ഗാന്ധി ഗുരു സംവാദ ശതാബ്ദിയുടെ ഭാഗമായി ഡിവൈഎഫ്ഐ ചെട്ടികുളങ്ങരയിൽ യുവ സംവാദം സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം എം പി ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ ഹരിദാസൻ നായർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി വിഷ്ണു ഗോപിനാഥ് സ്വാഗതം പറഞ്ഞു. ഗാന്ധി ഗുരു സംവാദ ശതാബ്ദിയുടെ ഭാഗമായി ഡിവൈഎഫ്ഐ ചെട്ടികുളങ്ങര ക്ഷേത്ര ജംഗ്ഷനിൽ നടന്ന യുഗ സംവാദം ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം എം പി ഉദ്ഘാടനം ചെയ്തു. കാണേണ്ട വൈരുദ്ധ്യം ഗാന്ധി പരിപൂർണമായും വർണ്ണവിവേചനത്തിനെതിരായ മനുഷ്യനായിരുന്നു. ഐക്യത്തിനെതിരായിരുന്നു ഗാന്ധി. പുസ്തകത്തിലൂടെ പുസ്തകം വായിച്ചുകൊണ്ടാണ് ഗാന്ധിയുടെ രാഷ്ട്രീയ ത്വരയെ തീപിടിപ്പിച്ചതൊരു പുസ്തകമായിരുന്നു. ജാതിബോധം, ജാതി എന്നത്, കാസ്റ്റ് എന്നത് റിയാലിറ്റിയാണ് എന്ന് ഗാന്ധി വിശ്വസിച്ചിരുന്നു. അവർ തമ്മിലുള്ള സംവാദത്തിൽ ഞാൻ ആ സംവാദത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ദീർഘമേറിയ സംഭാഷണത്തിനിടയിൽ ഗാന്ധി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഗാന്ധിയുടെ രാഷ്ട്രീയ ചിന്തകൾക്ക് തീ പകർന്നത് ആ പുസ്തകങ്ങളും അതിന്റെ ചിന്തയുമായിരുന്നു. പിന്നീട് വായിക്കാൻ, ഐത്തോച്ചാരണത്തിന്റെ വഴിയിലേക്ക് പോകാൻ, മനുഷ്യരായി പോലും പരിഗണിക്കാതിരുന്ന കമ്പനികളെ മനുഷ്യരായി തലയുയർത്തി നടത്താൻ വേണ്ടി നടത്തിയ ഒട്ടനവധി ദക്ഷിണാഫ്രിക്കയിലെ പോരാട്ടങ്ങൾക്ക് കരുതുന്നത്. ദൈവസന്നിധിക്ക് മുമ്പിലൂടെ നടന്നു പോകാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത നിനക്കെങ്ങനെയാണ് ദൈവത്തെ പ്രതിഷ്ഠിക്കാൻ കഴിയുക? നീ ഏത് ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്? നീ എന്താണ് പ്രതിഷ്ഠിച്ചത്? എന്താണ് നീ ഉപയോഗിച്ചത്? നീ ഏത് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിനക്കെങ്ങനെ ഇത് സാധ്യമാകും? സ്വാഗത സംഘം ചെയർമാൻ ഹരിദാസൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി വിഷ്ണു ഗോപിനാഥ് സ്വാഗതം രേഖപ്പെടുത്തി. ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവേൽ, ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാർ, ട്രഷറർ രമ്യ രമണൻ, സംസ്ഥാന കമ്മിറ്റി അംഗവും മാവേലിക്കര MLA-യുമായ MS അരുൺകുമാർ, CPM ഏരിയ സെക്രട്ടറി G അജയകുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ K മധുസൂദനൻ, ലീല അഭിലാഷ്, ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശാന്തിഷ് ജൂൺ, അനുപമ സൈജു, സെൻ സോമൻ, സുഭാഷ്, ഗോകുൽ, ശരത് ശിവൻ, അഖിലേഷ്, വിഷ്ണു, അമ്പാടി കാർത്തികേയൻ, ദിവ്യ, ശരത് കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ മാവേലിക്കര ബ്ലോക്ക് കമ്മിറ്റി തയ്യാറാക്കിയ TK മാധവൻ ഡോക്യുമെന്ററിയുടെ പ്രകാശനവും MP നിർവഹിച്ചു. പ്രചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സിക്സർ ചലഞ്ചിൽ വിജയികളായവർക്ക് സമ്മാനദാനവും MP നിർവഹിച്ചു. CD നെറ്റ് ന്യൂസ്, ചെട്ടികുളങ്ങര.